വീട്ടിലെല്ലാ സാധനങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് കേടുവരായിരുന്നു. അങ്ങനെ ഒരു കേടുവന്ന സാധനമാണ് ഗ്യാസ് സ്റ്റൗ. സംഭവം ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ കൊതിച്ചിരുന്ന സാധനമാണെങ്കിൽ പോലും ആ സമയത്തുള്ള ചെലവ് അൺസഹിക്കബിൾ. ഇതിലെ എല്ലാ പാത്രങ്ങളും എല്ലാ സ്റ്റൗവിലും വെച്ചെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പഴയ ഗ്യാസ് സ്റ്റൗവിന് അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നേ ഇല്ല എന്ന മട്ടിൽ വെക്കുന്നത്. ഈ സാധനം അഴിക്കാൻ കിട്ടുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ തിളച്ച വെള്ളം കൂടെ കോരി ഒഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കി ഒന്ന് വലിച്ചു നോക്കി. അപ്പോൾ തേണ്ടാ പോരുന്നു, സിമ്പിളായി. അപ്പം എന്തായാലും നമ്മളുടെ പുതിയ ഗ്യാസ് സ്റ്റൗ ഒക്കെ വെച്ച് ഫിറ്റാക്കി കത്തിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല കുഴപ്പനായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റൗവിന് ഇതായിരുന്നു പ്രശ്നം. കത്തൽ വളരെ കുറവായിട്ട് നമ്മളുടെ കുക്കിംഗ് ടൈം വളരെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറിയത്. നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ നോക്കി അത് നടക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ഇനോഗ്രേഷനായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കട്ട്ലറ്റിന് എന്തായാലും കിട്ടുവിനോട് പറഞ്ഞു ഇനോഗ്രേഷൻ ചേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 2 ചേട്ടനെ കൊണ്ട് തന്നെ വെപ്പിച്ചു. ബാക്കി എല്ലാം ഞാൻ തന്നെ അങ്ങോട്ട് ചടപടാന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ അവസാനം കട്ട്ലറ്റ് എവിടെയെന്നൊന്നും ആരും ചോദിക്കണ്ട, ഇത് വെക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാം തീർന്നു. അപ്പം ശരി, ബൈ.